ഹായ്. അപ്പോൾ ഇന്നൊരു ദിവസം ഞാനൊരു എൻ്റെ വണ്ടിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മലപ്പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു ഇഫ്താർ കിറ്റ് വാങ്ങിയിട്ടാണ് പോകാൻ കരുതി. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട്, അതായത് ഡൈനിൻ ഇഫ്താർ കിറ്റ് ഏതെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. കഴിക്കും ചെയ്യും, നോമ്പർക്കും ചെയ്യാലോ. ഒന്ന് മാസ്ക് കാത്തിട്ട് പോലീസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാനത് വേണ്ട വെച്ചാൽ ഇഫ്താർ കിറ്റ് വാങ്ങിക്കൊണ്ടാന്ന് കരുതി. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്ത ഒരു ഷോപ്പ് പെരിന്തൽമണ്ണ, മലപ്പുറത്തല്ല, ഞാൻ അവിടെ നിന്ന് നേരെ പെരിന്തൽമണ്ണ എത്തി. പെരിന്തൽമണ്ണെന്ന് ഒരു പുതിയ റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞത്, എന്താ എവിടെയെന്ന് എനിക്കറിയില്ല. പോയി നോക്കാം. പോയി നോക്കിയിട്ട് അവിടുന്ന് ഒരു ഇഫ്താർ കിറ്റ് വാങ്ങിയിട്ട് നമുക്ക് അങ്ങനെ വീട്ടിൽ പോയിരുന്ന് കഴിച്ച് നോക്കാം. വാ. ഇപ്പം നമ്മളങ്ങനെ പെരിന്തൽമണ്ണ എത്തി. സൽമാൻ നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൽമാൻ ഇഫ്താർ കിറ്റ് ആയിട്ടല്ല, ഇവിടെ നല്ലൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, നല്ല ഫുഡാന്ന് പറഞ്ഞു. അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഇഫ്താർ കിറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ല നല്ലത്. അപ്പോൾ ഞാൻ കഷ്ടിച്ച് എത്തൂലെന്ന് സംശയമാണ്. അപ്പോൾ ഒരു ഇഫ്താർ കിറ്റ് വാങ്ങിയിട്ടാണ് പോവാം. വിളിക്കൂലേ? പെരുന്നാളെ ബൈപ്പാസ് കേട്ടോ, നല്ല ബ്ലോക്കാണ്. നോമ്പ് തുറക്കുന്ന സമയമായ ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എവിടെയോ തറയിൽ സ്റ്റാൻഡ് എത്തുന്നതിൻ്റെ മുന്നേ ആണ്, ലെഫ്റ്റ് സൈഡിലാണ് റെസ്റ്റോറൻറ്റ് പറഞ്ഞത്. അപ്പോൾ സംഭവം കണ്ടുപിടിച്ചു. ഇവിടെ ഏതൊരു ഓയിൽ മിൽക്ക് കട ഉണ്ടല്ലോ, ബനാന ഓയിൽ മിൽക്ക് 5 ഗൈസ്. അതിൻ്റെ അപ്പുറത്ത് ഇതാണ്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്, അൽ ഖത്തീം. ഇവിടെ ഒരു സംഭവമുണ്ട്, ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. അതെ ബ്രോ, ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റത്തിന് പേരെന്താ പറഞ്ഞത്? ഇതെനിക്കല്ല, മധുഹൂത്താണ് നമ്മുടെ സ്പെഷ്യൽ. ഇതിൽക്കുള്ള തന്നെ മധൂത്ത്. അതിനുള്ളതാണ് ഈ കുക്കറൊക്കെ. അതെങ്ങനെയാ അതിൻ്റെ പരിപാടി? കുക്കറിൽ വയ്ക്കുകയാണെങ്കിലോ? ഉള്ളിൽ കയറുന്നു വേണ്ട, ഇപ്പൊ കൊറോണ അല്ലേ, അവിടെ നിന്റെ ദിവസം വരണ്ടേ? ഞാൻ നോമ്പ് തുറക്കാരെ വീട്ടിൽ കത്തണ്ടേ? കുറച്ച് ദൂരമുണ്ട്, പട്ടാമ്പി എത്തണം. അതെ, കുക്കറാണല്ലോ ഫുള്ള്. ഈ കുക്കറിൽ ഉണ്ടാക്കിയാൽ അത് ഈ കുക്കറിൽ ഉണ്ടാക്കാൻ കഴിയും. ഈ കുക്കറിൽ അത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നമ്മുടെ നാട് ഇത്, അതായത് നമ്മുടെ നാട്ടിലെ കുക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിലടിച്ചിട്ടാണ് അതിന്റെ വേവ് കണക്കാക്കുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ്. ഇത് വിസിലടിക്കില്ല. ഇത് ഓരോ ഡിഷിനും ഓരോ എത്ര ടൈം, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ചിക്കനും അരിക്കും ഒക്കെ ഒരു ടൈമുണ്ട്. അപ്പൊ ആ ടൈമിങ്ങിനനുസരിച്ചിട്ടാണ് ഇതിൽ സാധനം വെന്തോ ഇല്ല എന്നൊക്കെ ഉള്ളത് അറിയാം. ഓക്കെ. മധുരത്തിൽ ചിക്കനും ബീഫും മട്ടനും ഉണ്ട്. മട്ടനുണ്ട്. അവർക്ക് ബീഫ് തന്നില്ല. ബീഫില്ല, ബീഫ് ഫുള്ള് ബുക്കിംഗ് ആണ്. ബീഫില്ലാന്ന് വിളിച്ചു വെച്ചാൽ പറഞ്ഞു. ബീഫ് ഓൾറെഡി ഒരു 40+ ബുക്കിംഗ് ഇന്ന് മാത്രം ഉണ്ട്. നമുക്ക് ഇഫ്താർ ആകുമ്പോഴത്തേന് ഒരു 100 ചില്ലാനം ബുക്കിംഗ് ഓൾറെഡി വന്നിട്ടുണ്ട്. നോമ്പ് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. നമ്മള് ബീഫില്ലാണ്ട് ചിക്കനിൽ ഒതുക്കിയ നമ്മളെ ഇല്ല, ബീഫ് നമ്മള് തരണ്ട്. ബീഫ് ജ്യൂസ് അതിന്റെ ഉള്ളിലാണോ? അത് ജസ്റ്റ് ലൈമാണ്. പിന്നെ ചായ ഉണ്ട്. പക്ഷെ ചായ എന്താ വെച്ചാൽ നമ്മൾ ഈ ഫ്ലാസ്ക് എന്തെങ്കിലും കൊണ്ടുവരാണെങ്കിൽ ചായ വേണ്ട, കൊടുക്കുള്ളൂ. ചായക്ക് ഇഷ്ടമല്ല, അവിടെ ചായ വേണ്ട. ചായക്കാരൻ ജ്യൂസ് വന്നിട്ട് തന്നാൽ മതി. ഓക്കെന്നാ, ഞാനേ കഴിച്ചിട്ട് വരെ അറിയിക്കണ്ട്. നോക്കേ ബ്രോ. ഓക്കെ, ശരി, നമുക്ക് പോവാം. ഫ്രൈഡ് ചിക്കൻ, ഇതിൽ എന്തൊക്കെ മധുഫൂനും പിന്നെ എന്തൊക്കെ ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവം പാർസൽ കൈ കിട്ടി. 199 രൂപ, അതായത് 200 രൂപ ഞാൻ കൊടുത്തു. 200 രൂപയാണ് ഒരു കിറ്റിന് വരുന്നത്. ഇതിനകത്ത് മധൂത്ത് എന്ന് പറഞ്ഞ ഒരു അറേബ്യൻ റൈസാണ് പറഞ്ഞത്. ചിക്കൻ്റെയാണ് എനിക്ക് കിട്ടിയത്. ബീഫ് ഞാൻ ചോദിച്ചപ്പോൾ ബീഫിന് ഓർഡർ, ഞാനിപ്പോൾ ഒരു 4 മണിക്കാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ബീഫിന് ഓൾറെഡി ഓർഡർ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞത്, ഓർഡറിനുള്ള ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ്റെയാണ്. പിന്നെ അതിനകത്ത് കൂടെ ബ്രോസ്റ്റും കാര്യങ്ങളും എന്തൊക്കെയോ വരുന്നുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു മെനു തന്നിരുന്നു. അതാ ഒരു മെനു തന്നിരുന്നു, അതിലുണ്ട് കുറേ സംഭവങ്ങൾ. ഷവായ, ബ്രോസ്റ്റ് ഒക്കെ ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കവിടെ വീട്ടിൽ പോയിട്ട് നോക്കാം. വീട്ടിലവിടെ അച്ചൂസൊക്കെ വെയിറ്റിംഗ് ആണ്. വാ. പിന്നെ ഇഫ്താർ കിറ്റ് വാങ്ങി പോണതിന് ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. ബാങ്ക് കൊടുക്കുക, വഴിയിൽ നിന്നാണ് ബാങ്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 5:50 കഴിഞ്ഞു, 6 മണി ആവരെ, 6:40 ബാങ്ക് കൊടുക്കുക. ചിലപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ മലപ്പുറം ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്കായിരിക്കും. പിന്നെ റോഡിൽ വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ നമുക്കാണ് പണി. അപ്പോൾ വഴിയിൽ നിന്ന് എങ്ങാനും ബാങ്ക് കൊടുത്താൽ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ ഓക്കെ. മലപ്പുറം ഭാഗത്തുനിന്നേ നല്ലൊരു അലീം വാങ്ങണം നടന്നത് നോമ്പ് തുറക്ക്. അതായത് ഒരു അലീം കഴിക്കണം എന്നല്ല ആഗ്രഹമായിരുന്നു. പണ്ട് കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷം. കഴിഞ്ഞ വർഷം നമുക്ക് നോമ്പ് തുറയേ ഇല്ലല്ലോ, ലോക്കപ്പെട്ടില്ലേ. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വർഷമാണെന്ന് തോന്നുന്നു. കോഴിക്കോട്ട് നിന്നൊരു നോമ്പ് തുറ കിറ്റിന്ന് കിട്ടിയാണ് ഒരു അലീം. അത് കഴിച്ചൊരു ഓർമ്മയാണ്. പിന്നെ പണ്ടെപ്പോഴും അതിൻ്റെ മുന്നേ കഴിച്ചെന്ന് ഓർമ്മയില്ല. പിന്നെ അലീസ് കഴിച്ചിട്ടുണ്ട്, നമ്മളെ കണ്ണൂർ കല്യാണത്തിൻ്റെ അലീസ്. അപ്പോൾ ഒരു അലീം കിട്ടുമെന്ന് വേണ്ടി കുറേ നോക്കി. പെരിന്തൽമണ്ണ നമ്മുടെ കബാബ് എക്സ്പോയിലുണ്ട്, പക്ഷെ അവർ വിളിച്ചിട്ട് ഫോണേ എടുത്തില്ല. അപ്പോൾ ഞാൻ ഈ വാങ്ങിയ കടയുടെ തൊട്ടടുത്തായിരുന്നു, പോയി നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇനി പിന്നെ ഒരു ദിവസം. ഞാനിപ്പോൾ ഈ വാങ്ങിയ കടയിൽ ഡൈനിൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. അവരെന്തോ ഡൈനിൻ്റെ കാര്യം എന്തോ പറയണ്ടായിരുന്നു. അപ്പോൾ ഡൈനിൻ ഉണ്ടെങ്കിലും ഞാൻ ടേക്ക് അവേ ആണ് പ്രൊമോട്ട് ചെയ്യുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. നമുക്ക് വീട്ടിൽ കയറാൻ പറ്റിയ സാഹചര്യം ആണെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കുകയാണ് നല്ലത്. അത്രയും സാഹചര്യം അല്ലെങ്കിൽ മാത്രമേ പുറത്ത് തന്നെ ഇറങ്ങിയാൽ മതി. ഞാനിപ്പോൾ അതൊരു ഷോറൂമിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പുറത്ത് പോയത്.
ഡെലിവറി ടേക്ക് അവേ ഒക്കെ പ്രൊമോട്ട് ചെയ്യുക ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഓൺലൈൻ പേയ്മെന്റും കാര്യങ്ങളും എല്ലാം മറ്റേ കൊറോണ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കുക. അപ്പോൾ സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ നോമ്പ് തുറ എന്തായി നോക്കാം. നോമ്പ് തുറക്കാൻ വീട്ടിലെത്തുമോ നോക്കട്ടെ. അപ്പോൾ ഫൈനലി നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:39, 40 ആവാൻ പോകുന്നു. കൊടുക്കാൻ ജസ്റ്റ് എ മിനിറ്റ്, 2 മിനിറ്റ് ഇത്രേ ഉള്ളൂ. അടച്ചോനെ കൊടുത്തോ? കൊടുക്കണ്ടോ? അല്ലാ കൊടുത്തു. അച്ഛസേ വാ വാ വാ, അതാ കൊടുത്തു അച്ഛസേ. എന്നാ അടിയിൽ പിടിക്ക, അടിയിൽ കൊണ്ടേ കേട്ടോ. കൊടുക്കണ്ട ചെല്ലി ഓടിക്കോ. അപ്പൊ ഞാനും അച്ഛനെ റെഡി ആയിട്ടിരുന്നു. ഞാൻ വന്ന് ഒരു ഈത്തപ്പഴം വെള്ളം കഴിച്ചു. ഞാൻ ഇവിടെ എത്തിയപ്പോൾ കൊടുത്തല്ലോ. അപ്പൊ ഒന്ന് പോയി കുളിച്ചിട്ട് വന്നു. പുറത്തു പോയി വന്നാൽ കുളിക്കാതെ എനിക്ക് ഇവിടുന്ന് ഒന്നും തരില്ല, ഭക്ഷണം തരില്ല. അപ്പൊ നമുക്ക് മറ്റേ നോമ്പുറ നോക്കാം. അപ്പൊ ഈ 2 സാധനമാണ് അവരുടെ കൂടെ ഇതിൽ വന്നിട്ടുള്ളത്. ഈ 199 രൂപ. കൂടുതൽ പാക്കിംഗ് ഒന്നും അത്രയും വലിയ മികവെന്ന് പറയാനില്ല. പ്ലാസ്റ്റിക് കവറിലാണ് തന്നത്. ഇതാ ഒരു ജ്യൂസ് തന്നിട്ടുണ്ട്. ആദ്യം ലൈമാണ്, നാരങ്ങ വെള്ളം കളിക്കുന്നത്, നല്ലതൊന്നുമില്ല, ജ്യൂസ് അല്ല. ഒന്ന് കുടിച്ചോ. ആദ്യം നമുക്ക് സ്നാക്സ് തുറന്നു നോക്കാം. ഇതിൽ എന്തൊക്കെയുള്ളത്? എന്താ മുന്തിരി ഓടിക്കളിക്കണം? പൊക്കവട. സ്നാക്സ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് ഇതാണുള്ളത്. തണ്ണിമത്തൻ്റെ തൊലിയൊന്നും കട്ട് ചെയ്യാൻ സമയം ഉണ്ടായിട്ടില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു തോന്നുന്നു. മുന്തിരി അത്യാവശ്യം ഉണ്ട്, 2 ഈത്തപ്പഴം ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു കാണുന്ന പക്കോട ഉണ്ടോ? ഓ, അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. നോമ്പുറൊക്കെ ആദ്യം കഴിഞ്ഞിട്ടുണ്ട്, അവിടെ ഈത്തപ്പഴത്തിന് തുടങ്ങണമെന്നില്ല. പക്കോട ഉണ്ടല്ലോ. എരിയണമെന്നില്ല, മുളക് കഴിച്ചിട്ടുണ്ടാകും പോയിട്ട് ആദ്യം. പക്കോട ഉള്ളത് കൊള്ളാട്ടോ. അപ്പോൾ കഴിച്ചൊക്കെ അടിപൊളി കേട്ടോ. സംഭവം എല്ലാം വളരെ ലിമിറ്റഡ് സാധനമാണെങ്കിലും കഴിച്ച അടിപൊളിയാണ്. ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം എന്താ. അപ്പോൾ നമ്മുടെ അൽക്കാത്തിമിലെ മെയിൻ ഐറ്റം മധൂത്താണ്. മധൂത്ത് ഒരു അറബിക് റൈസാണത്. മധൂത്ത് ഒരു എന്താ. അപ്പോൾ എന്തൊക്കെയുള്ളത് നോക്കാം. ഒരു 1/4 പോർഷൻ മധൂത്ത് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. ഐ തിങ്ക് ഇതാണെന്ന് തോന്നുന്നു. ഇതന്നെ. അയ്യോ നല്ല ചൂട്. തൊട്ടോക്ക്. ആ നല്ല ചൂടുണ്ട്. സാറിന് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെഡി. ഇതും റൈസ് തന്നെയാണോ? അതേലോ. മധൂത്ത് ചിക്കനാണ് കേട്ടോ. അത് മധൂത്ത് ചിക്കനാണ്. അപ്പോൾ ഒരു 1/4 പോർഷൻ എന്ന് പറയുമ്പോൾ 2 പാക്കറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് വരുന്നത് അയ്യോ ഒരു ഷവായയുടെ ഒരു പീസ്. ആ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ഷവായ എങ്ങനെ നടന്ന് തിരിയുന്ന കണ്ടിരുന്നു. അപ്പോൾ ഷവായയുടെ ഒരു പീസ്, ബ്രോസ്റ്റിൻ്റെ ഒരു പീസ്. ഇതൊന്നും തുടങ്ങി വെച്ചത്. നല്ലൊരു മണം. അപ്പം 3 തരം ഡിപ്പുകൾ വന്നിട്ടുണ്ട്. മഞ്ഞച്ചു വേണോ? അതാണ് മധൂത്ത് റൈസ്. ഒന്ന് കൊട്ടി നോക്കാം. മൊത്തം ഒന്ന് കൊട്ടി നോക്കാം എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. ഓ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഇതന്നെ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി ഇതിലൊന്ന് കൊട്ടിയോട്ടെ. അല്ല, ഇത് വേറെ റൈസാണല്ലോ. അപ്പോൾ ആഹാ, ഈ മധൂത്ത് റൈസ് തികയാത്തോണ്ട് വേറെ എന്തെങ്കിലും റൈസ് തന്നാണോ? ഇത് മധൂത്ത് റൈസ് അല്ല, ഇത് മന്തി റൈസാണ് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. എന്തായാലും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അല്ലേ? 2 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഓർക്കുക, 200 രൂപക്കാണ് ഇതൊക്കെ. 200 രൂപയ്ക്ക് ഈ വക സാധനങ്ങളൊക്കെ. സ്നാക്സും കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്. പക്ഷേ റൈസ് വേണ്ടവളുണ്ട്. ഇനി കഴിച്ചു നോക്കാം. പക്ഷേ കഴിക്കല്ലേ. പിന്നെ ഈ മധൂത്തിൻ്റെ കാര്യം, ഇത് ഒരു മറ്റേ കുഴിമന്തിയുടെ കുഴിയിൽ ഇരിക്കുന്ന പോലെ ഒരു നരകത്ത് വന്ന് വേവുന്ന, ആ തീ കടന്ന് വേവുന്ന സാധനമല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കറിൻ്റെ പ്രഷറിൽ കടന്ന് വേവുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞത്. റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു, നിരത്തി പ്രഷർ കുക്കർ ഇരിക്കുന്ന കണ്ടിരുന്നു. അപ്പോൾ അച്ഛനക്ക് ഇതിൽ ഏതാ വേണ്ടത്? ഇതാണ് മന്തി, ഇതാണ് മധൂത്ത്. ഇതിലേതാ വേണ്ടത്? അപ്പം ഇനി മന്തിരാളല്ലേ? അല്ല, അപ്പം എന്നാൽ മധൂത്ത് തന്നെ കൊടുക്കാം. അയവ അതൊരു കാലാണെല്ലാം കിട്ടിയത്. കാലമാണോ? ഇവിടെ ഇറച്ചി വേണ്ടെന്ന് പറയലുണ്ട്, പക്ഷേ കാലമായപ്പോൾ കഴിക്കുന്നുണ്ട്. കുറച്ച് വിട്ടരാ ഞാൻ കഴിച്ചു നോക്കിട്ടോ. എങ്ങനെ ഉണ്ട് നോക്കി നോക്ക്. ഇനി ഇത് നോക്കി നോക്ക്, റൈസ് നോക്ക്. ഒരു ചെറിയൊരു കാല് കിട്ടി, പിന്നെ ഒരു വലിയൊരു പീസ് അതിനുള്ളൂ. അപ്പോൾ ഒരു വലിയ പീസും ഒരു ചെറിയ പീസും. വെറും മധൂത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ മധൂത്തിൻ്റെ ചിക്കൻ എങ്ങനെ ഉണ്ട് നോക്കാം.
മധൂത്ത് റൈസ് നല്ല ചൂടുണ്ടായിരുന്നു. ഒരു ചൂട് പോകാൻ തന്നെ നന്നായി പാക്ക് ചെയ്ത് തന്നു. അതിന് കാരണം എന്താ വെച്ചാൽ അവിടെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ആ കുക്കറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഓർഡർ എടുത്ത് തന്നത്. അപ്പോൾ എന്തായാലും നല്ല ചൂടോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മധൂത്ത് ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അത്യാവശ്യമുള്ളവരുണ്ട്. പിന്നെ ഈ മന്തി എന്തിനാ എക്സ്ട്രാ വെച്ചതെന്ന് വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞാൽ റൈസ് അൺലിമിറ്റഡ് ആണ് അത്ര. അപ്പോൾ മധൂത്ത് റൈസ് അല്ല അൺലിമിറ്റഡ് കൊടുക്കുക, മന്തി റൈസാണ് അത്ര അൺലിമിറ്റഡ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത്ര രണ്ട് ബോക്സ്. സംഭവം കൊള്ളാം. കാണുമ്പോഴും ആ ഒരു ഫീൽ വരും. ഒരു കപ്സയുടെ നമ്മളെല്ലാവരും മറന്നു തുടങ്ങിയാണ് കപ്സയുടെ. പക്ഷേ കപ്സ അല്ല, കപ്സയുടെ ടേസ്റ്റും അത് കൂടുതൽ എന്തൊക്കെയോ ടേസ്റ്റുകളും വരുന്നുണ്ട്. ആദ്യം ഒരു തവണ കഴിച്ചപ്പോൾ കപ്സയുടെ പോലെ തോന്നിയെങ്കിലും കപ്സ അല്ല അത്. കപ്സയ്ക്ക് ഇത്ര ഒരു ഫ്ലേവർ വരില്ല. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. മന്തിയും കഴിച്ച് മടുത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൗദിയിലുള്ളവരൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും മധൂത്തൊക്കെ. നാട്ടിൽ വളരെ റെയറാണ് ഈ സാധനം. സംഭവം എന്തായാലും എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. കപ്സയുമായി ബന്ധപ്പെടുത്തിയത് പറഞ്ഞതുകൊണ്ട് തന്നെ കപ്സയേക്കാൾ ഒരുപാട് ഫ്ലേവർ കൂടുതലുണ്ട് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ചിക്കൻ ആണെങ്കിൽ കപ്സയോട് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് കപ്സയുടെ ചിക്കൻ പോലെ തന്നെ തോന്നും. അതിനകത്തേക്ക് മസാലയൊന്നും പിടിച്ചിട്ടില്ല. അത് വളരെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചിക്കൻ, മന്തിയുടെ ചിക്കൻ പലർക്കും ഇഷ്ടമില്ലാത്ത പോലെ തന്നെ ഈ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ബീഫ് എന്താവും എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട്. ബീഫ് ചിലപ്പോൾ ഒന്നും കൂടി അടിപൊളിയായിരിക്കും, ബീഫും മട്ടനും ഒക്കെ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കിട്ടിയ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ വിലയിരുത്തേണ്ടി വരും. ഇതിൻ്റെ കൂടെ കിട്ടിയ 3 ഡിപ്പുകളിൽ ആദ്യം മയണൈസ് വെച്ച് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മയണൈസ് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ സാധാരണ മന്തിക്കടയിൽ കിട്ടുന്ന മയണൈസിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ടേസ്റ്റും എനിക്ക് കിട്ടിയില്ല. എനിക്കെന്തോ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അച്ചൂസ് നന്നായി ഇഷ്ടപ്പെട്ടു, അവൾ നന്നായി കഴിക്കുന്നുണ്ട്. മന്തി റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മന്തി റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വൈറ്റ് റൈസ് പോലെയാണ് കണ്ടു കഴിഞ്ഞാൽ. കണ്ടോ, ഒരു വെള്ളം അതിനകത്ത് മസാല ഒന്നും ആഡ് ചെയ്യാത്ത പോലെയാണ് തോന്നുക. എവിടെയോ ചെറുതായിട്ടൊരു മഞ്ഞ നിറം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ മൈൽഡ് ഫ്ലേവർ ആയിരുന്നു. മൈൽഡ് എന്ന് പറഞ്ഞാൽ വളരെ മൈൽഡ്, ലൈറ്റായിട്ടുള്ളൊരു ഫ്ലേവർ. അത്തരം ഒരു ലൈറ്റ് ഫ്ലേവർ സത്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടമല്ല. അത് പലർക്കും ഇഷ്ടമുള്ള ഒരു സാധനമായിരിക്കും ചിലപ്പോൾ അത്. പിന്നെ അവരവിടെ തന്ന രണ്ടാമത്തെ ഒരു ഡിപ്പ് അതിനോട് ഒഴിച്ചു. കണ്ടപ്പോൾ ഒരു ബർഗർ സോസ് പോലെയൊക്കെ തോന്നി. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസി ഒന്നുമില്ല. വളരെ ലൂസായിട്ടുള്ളൊരു ഗ്രേവി, ഒരു സോസായിരുന്നു അത്. അതിൽ ചേർത്തിരിക്കുന്നത് റെഡ് ചില്ലിയാണ്. റെഡ് ചില്ലി എന്ന് പറയുമ്പോൾ പച്ചമുളക് പഴുത്തുള്ള ചില്ലിയില്ല, അതാണ്. അത് നല്ല എരിവുണ്ടാവും. അതുപോലെ തന്നെ കഴിച്ചപ്പോൾ കിളി മാറിപ്പോയി. പൊളിച്ചു നല്ല എരിവ്. ഇനി ഇതിൻ്റെ കൂടെ കിട്ടിയ ഷവായ നോക്കുകയാണെങ്കിൽ ഷവായ വളരെ ചെറിയൊരു പീസാണ് കിട്ടിയിട്ടുള്ളത്. വിങ്സ് പീസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിങ്സിൻ്റെ ആ ചിറക് ഭാഗം മാത്രം ഞാൻ അങ്ങനെ എടുത്തു. സംഭവം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മീറ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ മസാലയും വളരെ അടിപൊളിയാണ്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് ഇനി വളരെ ചെറിയൊരു പീസ് കിട്ടിയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഇനി ഒരിക്കൽ ഷവായ കഴിക്കാൻ മാത്രമായിട്ട് അവിടെ പോകേണ്ടി വരുമെന്നും എനിക്ക് തോന്നുന്നു. അടുത്തത് ബ്രോസ്റ്റിൻ്റെ കാര്യത്തിലും അത് തന്നെ പറയാനുള്ളത്. വളരെ ചെറിയൊരു പീസായിരുന്നു. അത് ചിലപ്പോൾ ഈ 199 രൂപ എന്നുള്ള ക്വാണ്ടിറ്റി റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. കാരണം റൈസ് തന്നെ അത്യാവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ കുറച്ചല്ലേ അവർക്ക് മുതലാവുള്ളൂ. നമ്മളെ നന്നാക്കാനല്ലല്ലോ അവർ ഇരിക്കുന്നത്. പിന്നെ ബ്രോസ്റ്റ് പറയുകയാണെങ്കിൽ ബ്രോസ്റ്റ് നല്ല ക്രിസ്പി ആയിരുന്നു, ചൂടൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറിയൊരു ചൂട് ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രോസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ബ്രോസ്റ്റും താരതമ്യേന അടിപൊളിയാണ്. അപ്പോൾ ഷവായും ബ്രോസ്റ്റും ഈ റൈസും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഓവറോൾ നോക്കുമ്പോൾ 199 രൂപ വളരെയധികം ലാഭമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഈ ഒരു മധൂത്ത് റൈസ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ചിക്കൻ ഫ്ലേവർ കുറവായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. പക്ഷേ എനിക്ക് ഓക്കെയാണ്. കാരണം കപ്സ് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഇതൊക്കെ എന്ത് ബ്രോസ്റ്റ് പീസും ഷവായ് പീസും അടിപൊളിയാണ്. അത് കുറച്ചും കൂടെയൊക്കെ ക്വാണ്ടിറ്റി ഇടാമായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ 199 രൂപ വാങ്ങുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം. അല്ലേ? ബൈ.